നാഗവും സർപ്പവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഒരുപാട് ജ്യോത്സ്യന്മാരും തന്ത്രിമാരുണ്ടല്ലോ. നാഗവും സർപ്പവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആരോടെങ്കിലും പോയി ചോദിച്ചു. സർപ്പകാവും നാഗകാവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ എന്താ പറയാ? ആർക്കറിയില്ല, ആർക്കും അറിയില്ല. ഞാനിത് കുറെ അന്വേഷിച്ചിട്ടാണ്. നമ ശിവായ. പിന്നെ ആൾബലം എവിടെയാണോ വീര്യം എവിടെയാണോ അവിടെ ജയിക്കും. അതിൽ സൗന്ദര്യം ജയിച്ചു, 12ാമത്തെ വർഷം ജയിച്ചു, ലോകനാഥിരെ ഔട്ടായി. അപ്പൊ ദേവത വിളിച്ചാൽ വരും, നമ്മൾ എങ്ങനെ വിളിക്കുന്നതനുസരിച്ചാണ്. അപ്പോൾ ഈ കേരളത്തിൽ മാത്രമാണോ ഈ ഒരു സമ്പ്രദായം ഉള്ളത്? നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് മാറി തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ തമിഴ്നാട്ടിൽ എന്തായാലും ഉണ്ട്. കാരണം ഈ മുത്തശ്ശി എന്ന് പറയുന്നത് തമിഴ്നാട് സമ്പ്രദായമായിട്ടാണ് പറയുന്നത്. അപ്പോൾ കേരള തമിഴ്നാട് പറഞ്ഞ പണ്ടത്തെ കൊങ്ങുനാടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഏരിയ കൂടി ചിലപ്പോൾ ചേരമാൻ പെരുമാളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുത്തില്ല. പറഞ്ഞാൽ മുമ്പത്തെ പെരുമാക്കന്മാർ, അതായത് ഇവിടുത്തെ നായർപ്പടി നമ്പൂതിരിപ്പടിയും കൂടി യുദ്ധം ചെയ്തിട്ട് തോറ്റു കൊങ്ങുനാടിനോട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ നമ്മൾ തോൽക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അത് അവിടെ തന്നെ പോയി ചോദിച്ചാലോ എന്ന് ചോദിച്ചു. ആലോചിക്കണം, പണ്ടത്തെ ശത്രുതയാണെങ്കിൽ പോലും എന്ത് രസമുള്ള ശത്രുത. അതിന് ഇവിടുന്ന് ഒരു യുദ്ധം അവിടെ പോയി ചോദിച്ചു. വെള്ളയിൽ നമ്പൂരിയാണ് പോയ സംശയം, പേര് ഓർമ്മയില്ല. അദ്ദേഹം അവിടെ പോയിട്ട് ഞങ്ങൾ പടയിൽ ഞങ്ങൾ ക്യാമറ പക്ഷെ എന്നിട്ട് എന്താ ഞങ്ങൾ തോറ്റു ചോദിച്ചു. അവർ നിങ്ങൾക്ക് 100 ആൾക്ക് 100 അഭിപ്രായമാണ്. ഞാൻ ക്ഷത്രിയ ധർമ്മം പാലിക്കുന്ന ആളാണ്, ഞാൻ പറഞ്ഞ ആൾക്കാർ കേൾക്കും, അതുകൊണ്ട് നിങ്ങൾ തോറ്റ പറഞ്ഞു. ഉടനെ പറഞ്ഞു അങ്ങേക്ക് ഞങ്ങളെ നയിക്കാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ പെരുമാൾ കേരളത്തിൽ വരുന്നത്. ആ പെരുമാളാണ് പിന്നീട് മാമാങ്കത്തിന് അധ്യക്ഷനായി മാറുന്നത്. അതായത് നയിക്കാൻ ഒരു പ്രാപ്തിയുള്ള ഒരാൾ വേണ്ടേ. അപ്പോൾ തമിഴ്നാടും ഇതൊക്കെ ചേർന്നൊരു ഭാഗമായിരുന്നു. തിരുവഞ്ചിക്കുളവും മറ്റേ സുന്ദരമൂർത്തി നായനാരും ചേരമാൻ പെരുമാളിൻ്റെ ഒക്കെ ക്ഷേത്രമായിട്ടാണ്. അപ്പൊ കേരളത്തിൽ രണ്ടോ മൂന്നോ നമ്പരുണ്ട്, സിദ്ധന്മാരുണ്ട്, പെരുമാക്കന്മാരുണ്ട്. അപ്പൊ അത് കേരള തമിഴ്നാടിന്റെ ഒരു സ്വഭാവമുള്ള ഒരു ഭൂമിയുടെ ദേവതയായിരിക്കാനാണ് സാധ്യത. കർണാടകയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭൂമി പ്രതിഷ്ഠ എന്തായാലും വരും. ഗോകർണത്തിന്റെ ആ ഭാഗത്ത് ചിലപ്പോൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇപ്പൊ ഈ കാന്താര എന്നുള്ള സിനിമ ഇറങ്ങുമ്പോഴാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് അവിടെയുള്ള ഈ സങ്കല്പങ്ങളൊക്കെ നമ്മളുമായിട്ട് വളരെ ഇതായിട്ട്. എന്താണെങ്കിൽ ഈ കോസ്റ്റൽ ഏരിയ ഒക്കെ പ്രകൃതി എന്നാണ് ഇത് മുഴുവൻ ഉണ്ടാവുന്നത്. പ്രകൃതിക്ക് ഒരു കോമൺ സ്വഭാവം ഉണ്ടെങ്കിൽ ഏതാണ്ട് ഗോവ വരെയും അങ്ങനെ എനിക്ക് സമ്പ്രദായം വരണം. കാരണം വലിയ വ്യത്യാസം കാലാവസ്ഥയില്ല. ഇവിടെ മഴ പെയ്യുമ്പോൾ അവിടെയും മഴയാണ്. ഏതാണ്ട് മറ്റേ നെല്ലും തെങ്ങൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന സങ്കല്പങ്ങളില്ല എങ്കിൽ അതിന് എന്തായിരിക്കും കാരണം? കാരണം നമ്മൾ വിശ്വസിക്കുന്ന എല്ലാം ഒന്നിൽ നിന്ന് വന്നു. എല്ലാ ദേവതകളും യഥാർത്ഥത്തിൽ ഒന്നിന്റെ തന്നെ പല രൂപങ്ങളാണ്. എല്ലാ മനുഷ്യരും ഒന്നിന്റെ തന്നെ പല രൂപങ്ങളാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങളിലൊന്നും ഈ പറയുന്ന ആരാധനാക്രമങ്ങളിൽ ഇല്ലാതാകുന്നതിന് എന്തായിരിക്കും ഒരു കാരണം? അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കരടികളെല്ലാം ഒന്നാണെന്ന് സങ്കല്പിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ കാട്ടിലെ കരടി പിടിച്ചിട്ട് മറ്റേ മഞ്ഞില് ഹിമക്കരടിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവൻ ജീവിക്കും. കരടിയൊക്കെ ഒന്നല്ലേ, കരടി തന്നെയല്ലേ. കാഴ്ചയ്ക്ക് ഒരു വ്യത്യാസം, ചെറിയ നിറ വ്യത്യാസം നല്ലതാണ് പറഞ്ഞത്. അപ്പം അതല്ല, സമ്പ്രദായങ്ങളൊക്കെ പലതാണ്, മനുഷ്യരും പല തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തല്ലുകൊണ്ട് കാര്യമില്ല. ഈ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന എല്ലാം പരമമായ ഊർജത്തിൽ നിന്നും വന്നു എന്നുള്ളത് ശരി. പക്ഷെ പിന്നെ അവന്റെ പൂർവ്വജന്മ ചോദനകളും അവന്റെ വാസനകളൊക്കെ അതിൽ കലരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരേ സ്വഭാവത്തിലേക്ക് എന്തായാലും വരില്ല. ഭാരതത്തിൽ നിന്ന് പോയ ഒരു സന്യാസി ശ്രേഷ്ഠൻ ഭാരതത്തിന്റെ 4 ഭാഗങ്ങളിൽ പോയി 4 മഠങ്ങൾ സ്ഥാപിക്കുകയും ഹിന്ദുമതത്തിനെ നവീകരിക്കുകയും പുനരുത്ഥാനം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒരു ഏകീകൃതമായ ഒരു സമ്പ്രദായം കൊണ്ടുവന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് ഏകീകൃതമായ സമ്പ്രദായമല്ല കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിലുള്ള ആള് വേണം കാശ്മീരിൽ പോയിക്കാൻ, കർണാടകയിലുള്ള ആള് വേണം മഹാരാഷ്ട്രയിൽ പോയിക്കാൻ, ഗോവക്കാരൻ വേണം തമിഴ്നാട്ടിൽ പൂജിക്കാൻ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാക്കി. എല്ലാ രാജ്യങ്ങളും തമ്മിലും ശത്രുത ഉണ്ടെങ്കിലും ഒരു സന്യാസിക്കും ഒരു രാജ്യവും കടന്നു പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു രാജ്യവും തടഞ്ഞിരുന്നില്ല. കാരണം അതാണ് നമ്മളുടെ ആ ധർമ്മത്തിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. ഈ സന്യാസിമാര് അവരെ നദികളായിട്ടാണ്, പുണ്യ നദികളായിട്ടാണ് സന്യാസിമാരെ കരുതുന്നത്. കാരണം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എത്ര ശത്രുരാജ്യത്തിൽ കൂടി സന്യാസിക്ക് ധൈര്യമായിട്ട് കടന്നു പോകുന്ന ഒരു സാധനം ഉണ്ടാക്കിയത് ശങ്കരാചാര്യരാണ്. ഈ പരസ്പരം തല്ലുകൂടാതെ ഉള്ള സമ്പ്രദായങ്ങളെ മുഴുവൻ യോജിപ്പിച്ചു. അല്ലെങ്കിൽ ഒരു പ്രത്യേക സമ്പ്രദായത്തിന്റെ പുറകെ പോയിട്ട് ഈ പറഞ്ഞ ഏകദൈവ വിശ്വാസത്തിൽ നമ്മൾ പോയി ചാടുകയാണ്. അതിന് ദീർഘവീക്ഷണത്തിൽ അദ്ദേഹം മാറ്റിയതായിരിക്കാനാണ് ഒരു സാധ്യത. 2, കേരളം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഭൂമിയാണ്. കേരളം തന്നെ സൃഷ്ടിച്ചെടുത്ത ഭൂമിയാണ്. കേരളം സൃഷ്ടിയുടെ ഭൂമിയാണ്. സൃഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ദേവതയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടേ ഉള്ളൂ, ബാല്യാവസ്ഥയിലാണ്. അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം. ഒരു അമ്മ കുഞ്ഞിനെ എന്ന പോലെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം. ഇവിടുത്തെ ക്രിയകൾ നോക്കിയാൽ അറിയാം. നമ്പൂതിരി ചെയ്യുന്ന അമ്പൂരിയെ തൊടാൻ പാടില്ല, ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പാടില്ല, ശ്രീകോവിൽ തൊടാൻ പാടില്ല, പൂജാസാധനങ്ങൾ തൊടാൻ പാടില്ല. കാരണം കൈമാറി കുട്ടിയെടുക്കരുത് എന്ന് പഴയ കുട്ടികളെ കുറിച്ച് അമ്മമാരോട് പറയുന്ന അതേപോലെ തന്നെ
ഇടയ്ക്കിടയ്ക്ക് അശുദ്ധി വരും, അശുദ്ധമാക്കണം. അവർ സൃഷ്ടിക്കപ്പെട്ട അധികകാലമാവാത്ത ബാല്യാവസ്ഥയിലുള്ള ദേവതകളാണ് കേരളത്തിലുള്ളത്. കേരളം, തമിഴ്നാട്, കർണാടക എന്ന് പറഞ്ഞാൽ അതാണ് സൃഷ്ടിയുടെ ഭൂമി എന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രായമായതാണ്. അപ്പോൾ അവിടെ നമ്മൾക്ക് തൊട്ട് പൂജിക്കാവുന്ന അവസ്ഥ, വിഗ്രഹങ്ങൾ നമുക്ക് തൊട്ട് നമുക്ക് തന്നെ. അത് കഴിഞ്ഞ് കാരണവരായി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ സംഹാരത്തിൻ്റെ ഭാവത്തിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ പൂജയെ ചെയ്യേണ്ട കാര്യമില്ല, അവിടെ പോയി നിന്നാൽ മതി. ആ ഭൂമി തന്നെ പുണ്യമാണ്. നമ്മൾ ആ കാരണവരുടെ അല്ലെങ്കിൽ ശിവൻ്റെ ഒക്കെ അടുത്ത് നിന്നാൽ മതി. ഹരിദ്വാർ പോലെ കേദാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വെറുതെ നിന്നാൽ പോലും അതിൻ്റെ തേജസ് നമ്മളിലേക്ക് വരും. അതാണ് എൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ളതിൽ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ബാല്യാവസ്ഥയാണ്, യൗവനാവസ്ഥയാണ്, വാർദ്ധക്യാവസ്ഥയാണ്. അങ്ങനൊരു വ്യാഖ്യാനം ഉണ്ട്. അതാണ് ഇവിടെ ഇത്രയും സൂക്ഷിച്ച് ചെയ്യുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ നമ്പൂതിരിമാർ കുഴപ്പക്കാരായതുകൊണ്ടോ അയിത്തമുള്ളതുകൊണ്ടൊന്നല്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന്റെ പ്രൊപ്പഗാൻഡകളാണ്. അയിത്തം എന്ന് പറഞ്ഞ സാധനം. ഇതൊന്നും അയിത്തം കൊണ്ടല്ല. നിങ്ങളുടെ ദേവതയും എൻ്റെ ദേവതയും ചേരില്ല. കാരണം ഞാൻ ഇറച്ചിയും ചോരയും കഴിക്കുന്ന എൻ്റെ ശരീരത്തിൽ ആ ദേവത, നിങ്ങൾ ഈ പൂവും പായസം മാത്രം കഴിക്കുന്ന ദേവതയായിട്ട് ചെന്ന് ചിലപ്പോൾ നിങ്ങളെ തോൽക്കുക, അതുകൊണ്ട് ഞാൻ മാറിപ്പോകുക എന്നുള്ളതാണ്. അത് പിന്നീട് ഇപ്പോൾ കോവിഡിന്റെ സമയത്ത് രണ്ടാൾക്കാർ ഇത്ര അകത്തിൽ നിൽക്കണം പറഞ്ഞ അയിത്തായിരുന്നത്, അങ്ങനെ അയിത്തെന്നാണോ പറഞ്ഞത്. പക്ഷെ അതൊക്കെ അയിത്തായിട്ട് മാറിയിട്ടുണ്ട്. നമ്പൂതിരിമാർ വളരെ മോശമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഹിന്ദുവിന്റെ തകർച്ചയ്ക്ക് നല്ലൊരു ശതമാനം സംഭാവന നമ്പൂതിരിമാരിന് തന്നിരുന്നു, ഈ പറഞ്ഞ ഭ്രഷ്ടം അയിത്തൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ തുടക്കം ഇതൊക്കെ ശുദ്ധാവസ്ഥയിൽ തന്നെ, പിന്നീട് അധികാരവും പണമൊക്കെ വരുന്ന സമയത്ത് ഇത് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ആരാധന സമ്പ്രദായങ്ങളുടെ അത് തുടക്കം യഥാർത്ഥത്തിൽ ഈ മലബാര സമ്പ്രദായമാണോ അതോ ഈ നമ്പൂതിരി സിസ്റ്റമാണോ? നമ്പൂതിരി സിസ്റ്റം ഒന്നാവില്ല, അത് മലബാര സമ്പ്രദായത്തിൽ തന്നെ. കാരണം ഇവിടെ എല്ലാ മലകളും ദേവതകളായിരുന്നു. അതുകൊണ്ടാണ് മലയിടിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് ഇപ്പോൾ ആരും പ്രതിഷേധിക്കില്ലല്ലോ. ഏതെങ്കിലും ഒരു മലയിൽ മണ്ണ് മാന്തി ജെസി ആരെങ്കിലും അവിടെ പ്രതിഷേധിക്കുന്നു. പക്ഷെ ഒരു 40 കൊല്ലം അങ്ങനെ ആയിരുന്നില്ല. ഒരു മലയിൽ നിന്ന് ഒരു മണ്ണ് മാന്തെടുക്കുന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവിടെ ജനകീയ സമരങ്ങൾ. എന്തിനാണ് ജനകീയ സമരം? പ്രത്യേകിച്ച് എനിക്കൊന്നും കമ്മീഷൻ കിട്ടിയിരുന്നല്ല. പക്ഷെ ആ പ്രതിഷേധം പോലും നമ്മുടെ ഉള്ളിലില്ലാതെ, കാരണം അതൊക്കെ ദേവതകളുടെ ആസ്ഥാനങ്ങളായിരുന്നു. ആ ദേവതകളുടെ സ്ഥാനം ഇളകുമ്പോൾ ആ ദേവത പ്രഭാവത്തിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിലും രോഷം ഉണ്ടാവുകയും അവർ പ്രതിഷേധിക്കുകയും ചെയ്തു. ആ ദേവതകളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരാല് മുറിക്കുമ്പോൾ നമുക്ക് പ്രതിഷേധം ഉണ്ടാകും. എത്ര കൊല്ലം മുമ്പേ? ഇപ്പൊ പ്രതിഷേധമില്ല. അതിനോട് വീതി കൂട്ടണ്ടേ, അത് വികസനം വരണ്ടേ പറഞ്ഞിട്ട് നമ്മളതിനെ ന്യായീകരിക്കണം. കാരണം നമ്മുടെ ബലം പോയി. ആ ബലം ആദ്യം കളഞ്ഞു തന്നെയാണ്, പ്ലാൻ ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ്, പഠിച്ചു കളഞ്ഞിട്ടുള്ളതാണ്. അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊന്നും ആകസ്മികമായിട്ട് സംഭവിക്കുന്ന കാര്യം. ഹിന്ദുക്കൾക്ക് മാത്രമേ ഹിന്ദു എന്താ പറയുക, ബാക്കിയുള്ളവർ നന്നായി പഠിച്ചിട്ടുണ്ട്. എങ്ങനെ തകർക്കണം നന്നായി പഠിച്ചിട്ടുണ്ട്. സംസ്കൃതം നന്നായി പഠിച്ചിട്ടാണ് അവർ കളിക്കുന്നത്. ക്ഷേത്രങ്ങൾ തകർക്കുന്നത്, കാവുകളെ ക്ഷേത്രങ്ങളാക്കി മാറ്റുന്നത്. കാവുകളുടെ ദേവത സ്വതന്ത്രമായി ഇറങ്ങി നടക്കുന്ന ദേവതയാണ്, തട്ടകത്തിൽ മുഴുവൻ സഞ്ചരിക്കുന്ന ദേവതയാണ്. അതിനെ ഈ പറഞ്ഞ മന്ത്രം കൊണ്ട് കെട്ടി കൊടിമരം നാട്ടിയിട്ട് ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് രക്ഷയുണ്ട് നാട്ടിനെന്നാണ്? ആ നാട് നശിക്കും. പക്ഷെ കാവുകളാണ്, ക്ഷേത്രങ്ങൾ ക്ഷേത്രമാണ്. രണ്ടും സമ്പ്രദായമേ വരെയാണ്. ഗ്രന്ഥങ്ങൾ, അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വരെയാണ്, പൂജാവിധാനങ്ങൾ വരെയാണ്, ദ്രവ്യങ്ങൾ വരെയാണ്, എല്ലാം വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ കേരളത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പരശുരാമനുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. അപ്പോൾ പരശുരാമൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ഒരു സിസ്റ്റം, അതിനുശേഷമാണ് ഇവിടെ യഥാർത്ഥത്തിൽ പൂജാവിധികൾ ശരിയായ രീതിയിൽ ശാസ്ത്രീയമായിട്ട് വന്നതെന്നൊരു വാദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആദ്യമേ ചോദിച്ചത്, അങ്ങോട്ട് ഈ നമ്പൂതിരി സമ്പ്രദായമാണോ അതോ മലബാര സമ്പ്രദായമാണോ? അല്ല, പരശുരാമൻ ചെയ്തത് നമുക്കതിൽ എടുക്കാവുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞത്, പരശുരാമൻ ഈ ഭൂമി സൃഷ്ടിച്ചു. അദ്ദേഹത്തിന് തപോബലത്തിൽ ഭൂമിയല്ല എന്തും സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന് യാഗം ചെയ്യാൻ വേണ്ടി ഭൂമി ചോദിച്ച സമയത്ത് യാഗം ചെയ്യാൻ ഭൂമി തരാൻ പറ്റില്ല. നിങ്ങൾ മഹാഭാവിയാണ്, നിങ്ങൾക്കൊരു ഭൂമി യാഗം ചെയ്യാൻ വേണ്ടി തന്നാൽ അതിൻ്റെ പാപം എനിക്ക് കൂടി വരാം. ക്ഷത്രിയ 24 വട്ടമാണ് ക്ഷത്രിയ വന്നത്. കാരണം ഒരാളെ കാണിച്ചില്ലെങ്കിൽ പോലും ഇവരെല്ലാവരും അതിന് പെടേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിന്ന പരശുരാമൻ എങ്കിൽ പിന്നെ ഒരു കുറ്റബോധം ഉണ്ടല്ലോ, ഇനി എനിക്ക് ഈ മഴു വേണ്ട. ഗോകർണത്തുനിന്ന് പ്രാർത്ഥിച്ച് മഹാദേവന് മുന്നിൽ നമസ്കരിച്ച് ആളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ആ മഴു വലിച്ചെറിഞ്ഞ സമയത്ത് ഇനി ഞാനിത് ചെയ്യില്ല, അതായത് ഒരാളെ ഇനി കൊല്ലില്ല തീരുമാനിക്കുന്ന സമയത്ത് കൃത്യമായ പശ്ചാത്താപം നടന്ന സമയത്ത് അദ്ദേഹത്തിന് യാഗം ചെയ്യാൻ വേണ്ട ഭൂമിയോട് ഉയർന്നു വരും. കേരളം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ കേരളം ഉണ്ടായി വേറെ എവിടെയൊക്കെ സൃഷ്ടിച്ചതിന് മുമ്പ് കേരളം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നോക്കിയൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ പ്രകൃതിയിൽ ഓക്കെ, അതിൻ്റെ പ്രായശ്ചിത്തം പൂർണ്ണമാണെങ്കിൽ എൻ്റെ ആഗ്രഹം നടത്താൻ ഞാനൊരു വഴി ഒരുക്കി തരുന്നതാണ്. കേരളം ഉയർന്നത് കടലിൽ നിന്നാണ് വന്നത്, ലവണ ജലമായിട്ട് കിടന്നത് ഭൂമിയാണ്, ഉപ്പാണ്, നാഗങ്ങളുടെ ഭൂമിയാണ്. സ്വാഭാവികമായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് കടലിലേക്ക് തന്നെ തിരിച്ചു പോകും. കാരണം അതിന്റെ പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല. പ്രകൃതിക്ക് നീ യാഗം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പോകണം എന്ന് പറയാം, എൻ്റെ യാഗം കഴിഞ്ഞാലും ഞാൻ പോകാം. അപ്പൊ ഇനി ഇത് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി, ശരിക്കും യാഗഭൂമിയാണ്. അപ്പൊ ഇനി ഇത് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അതാണ് പരശുരാമൻ ചെയ്തിരിക്കുന്നത്. 108 ദുർഗാക്ഷേത്രങ്ങളും 108 ശിവക്ഷേത്രങ്ങളും വെച്ചിരിക്കുന്നത്. എൻ്റെ ആദ്യം 4 ചതുരാംബികമാരെ വെച്ചു. ബാലാംബിക കന്യാകുമാരിയിൽ, ലോകാംബിക കൊടുങ്ങല്ലൂരിൽ, ഹേമാംബിക പാലക്കാട്, മൂകാംബിക കൊല്ലൂര്. 4 അതിർത്തിയിൽ, കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് എന്നുള്ള അതിർത്തിയിൽ 4 അംബികമാരെ വെച്ചു. 108 ദുർഗാലയങ്ങൾ വെച്ചു, 108 ശിവക്ഷേത്രങ്ങൾ വെച്ചു. നിങ്ങൾ നോക്കിക്കോളൂ,
ഈ വിദേശ അക്രമികൾ വന്നിട്ട് തകർത്തത് ഈ 108 ദുർഗാക്ഷേത്രങ്ങളും 108 ശിവക്ഷേത്രങ്ങളും തെരഞ്ഞു പിടിച്ചിട്ട് തകർത്തുണ്ടാവുക. വിഷ്ണു ക്ഷേത്രങ്ങൾ നേരെ ഒരു വന്നിട്ടുണ്ടാവില്ല. വിഷ്ണു ക്ഷേത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സമ്പത്ത് കൊള്ളടിക്കാനായിരുന്നു. പക്ഷെ പവർ പോയിന്റ് എന്ന നിലയ്ക്ക് തകർത്ത്. കാരണം വെച്ചാൽ ഈ രാജ്യം നശിക്കണമെങ്കിൽ ഈ 108 മാത്രം തൊട്ട്. കാരണം 108 എന്ന് പറഞ്ഞ ശരീരത്തിലെ മർമ്മമാണ്. അപ്പോൾ കേരളത്തിന്റെ മർമ്മസ്ഥാനങ്ങളാണ്. മർമ്മത്തിൽ അടിച്ചു കഴിഞ്ഞാൽ മരണമാണ്. അപ്പോൾ ഇത് അവർ പഠിച്ചിട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഊർജ്ജങ്ങളുടെ ഇരിപ്പിലാണ് ഈ ഭൂമി ഇങ്ങനെ നിൽക്കുന്നത്. അതിനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ അത് കടലെടുക്കും. എന്റെ ഒരു ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. യുക്തിക്ക് തോന്നുന്നതാണ് എടുത്താൽ അല്ലെങ്കിൽ തള്ളി കളഞ്ഞേക്ക്. മണ്ടനാണ്, അന്ധവിശ്വാസം പ്രചരിപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഞാനിത് പറയും. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ടും പൂജിക്കാൻ പറ്റുന്ന ആൾക്കാർ ആരാന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പാമ്പുകൾ ധാരാളം, എവിടെ തിരിഞ്ഞാലും പാമ്പുകളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന വഴികൾ നോക്കിയിട്ടാവും. പാമ്പുകൾ ധാരാളം വന്നിട്ടുണ്ടാവും. മറ്റേ ഒരു സ്ഥലത്തും ഇല്ലാത്ത അത്രയും പാമ്പുകൾ കേരളത്തിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അന്തരീക്ഷം ശുദ്ധമാവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആലുകൾ ഉണ്ടായിരുന്നത് കേരളത്തിലായിരുന്നു. ഈ ആലുകൾ തകർത്തതിന് ശേഷമാണ് ഇവിടെ ഇത്രയും വരൾച്ച വന്നതിലും മദ്രാസിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠനം വരെ നടന്നിട്ടുണ്ട്. എൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആലുകൾ ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടിക്കാലത്തിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 20 ആല് നമുക്ക് ഓർമ്മയിലുണ്ടാവും. ഇന്ന് ഒരെണ്ണം പോലും ഇല്ല. വെട്ടലല്ലാതെ പുതിയത് വെക്കില്ല. ആലിന് വെള്ളത്തിനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ആല് ധാരാളം ഉണ്ടാവുന്ന ക്ഷേത്രകുളം വറ്റാതിരിക്കുന്നത്. മതിലിടിയും. പിന്നെ ഇത്ര സ്ഥലമൊക്കെ വെറുതെ കളയാൻ വെറുതെ ഒന്നും ആരും കളയണമെന്നില്ല. ആ ആര് കാണിക്കുന്ന ധർമ്മം ചെറുതല്ല. മറന്നിട്ടാണ് ഈ കളിക്കുന്നത്. ആദ്യം മറ്റു മതങ്ങളെ നോക്കി പഠിക്കൽ അവസാനിപ്പിക്കണം. അവര് കാശുണ്ടാക്കി, അവര് നന്നായി എന്നുണ്ട് അസൂയോട് കൂടിയുള്ള പഠനം. അതല്ല വേണ്ടത്. അവർക്കൊന്നും ആനന്ദമില്ലെങ്കിൽ ആ ആനന്ദത്തിന്റെ വഴി എൻ്റെ മതം പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ സംസ്കാരം പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അതിലേക്ക് തിരിച്ചറങ്ങണം. ആ ആനന്ദത്തിൽ നിന്നും ഈ പറഞ്ഞ പോലെ എന്തും സൃഷ്ടിക്കാൻ കഴിയും. കേരളം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരാൾ പുറത്തുണ്ടായിരുന്നു. അതവിടെ ഇപ്പോഴത്തെ മതങ്ങൾക്ക് ആരെങ്കിലും ഒരു ഭൂമി സൃഷ്ടിക്കാൻ പറ്റില്ല. അങ്ങനെ ആലോചിക്കാമല്ലോ. മഹാഭാരത രാമായണം പോലെ ഒരു കൃതി സൃഷ്ടിക്കാൻ കഴിയുന്നു. അതിന് പകരം അവർക്ക് കാശുണ്ടായി. എന്ത് കാശുണ്ടായി? മീൻ വിറ്റിട്ട് കാശുണ്ടായി. മീൻ വിറ്റൂടെ? അത് വിറ്റിട്ട് കാശുണ്ടാക്കി, നന്നായി പണിയെടുത്ത് കാശുണ്ടാക്കിയത്. അല്ലാണ്ട് പണിയെടുക്കൂല അവനെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ മോശമാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്നുകിൽ അവന്റെ ധർമ്മം ആചരിക്കുക, അല്ലെങ്കിൽ അവൻ മറ്റവനെ പോലെ പണിയെടുക്കും. ചുമ്മാ കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഈ കേരളത്തിൽ ധാരാളം നാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നായന്മാർ യഥാർത്ഥത്തിൽ നാഗ ആരാധന ചെയ്തിരുന്ന ആൾക്കാരാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ മുൻകുടുംബയും പിൻകുടുംബയൊക്കെ വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ വാസ്തവത എന്താണ്? ഞാൻ അത്തരം ചരിത്ര പഠനങ്ങളോട് താല്പര്യമുള്ള ആളല്ല. കാരണം വെച്ചാല് വാക്കുകളെടുത്ത് കളിക്കുക എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അല്ല, ഈ കുടുംബ സമ്പ്രദായം ഈ ബ്രാഹ്മൺസും നായേഴ്സും യാർക്കും കുടുംബമില്ലാത്തത് അല്ല, വല സൈഡ് അങ്ങനെ വെച്ചിട്ട് അതിപ്പോ കുലം അറിയാൻ വേണ്ടിയിട്ട് ഇടതും വലത്തേക്കുണ്ട്. ആർക്കാണ് കുടുംബമില്ലായിരുന്നു കേരളത്തിൽ? ആചാര്യശ്രേഷ്ഠനായ ഓരോ കുലത്തിലെയും കാരണവർക്ക് കുടുംബിയുണ്ടായിരുന്നു, പൂണൂലുണ്ടായിരുന്നു. ഇവിടുത്തെ ആശാരിക്കും മോശാരിക്കും കൊല്ലനും കരുവാനും എല്ലാവർക്കും പൂണൂലുണ്ടായിരുന്നു. അവ ഈ പൂണൂല് നമ്പൂതിരിമാരുടെ കുത്തക ആയിരുന്നില്ല. അവ കുടുംബയും പൂണൂരും ഇവിടെ പുരുഷന്റെ ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയൊരു ധാരണ വെച്ചിട്ട് ഞാൻ എഴുതുന്ന ചരിത്രങ്ങളാണ് അതൊക്കെ വരുന്നത്. എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൽ ചരിത്രങ്ങളില്ല, ചരിത്ര പുസ്തകങ്ങളില്ല. അതിന് കാരണം കൂടി പറയാം. ഞാൻ എന്താണെങ്കിലും എൻ്റെ അടുത്തൊരു ചരിത്രം എഴുതാൻ പറഞ്ഞു. അപ്പൊ പറയുന്നത് പിണറായി വിജയനാണ്. എങ്ങനെ പോലെ എൻ്റെ ചരിത്രത്തിൽ കുറച്ചൊരു അടുത്ത വർഷം ചായ ഉണ്ടാവും പറഞ്ഞാൽ എനിക്ക് ആശയം എന്നിട്ട് എഴുതിക്കുന്നത്. ഇനി അതല്ല മറ്റേ വി ഡി സതീശൻ, മറ്റേ തീവ്രവാദം അടിച്ചു കൊടുക്കാൻ പറഞ്ഞ മുഖ്യമന്ത്രിയില്ലേ, അപ്പൊ അദ്ദേഹമാണ് എഴുതാൻ പറഞ്ഞെങ്കിൽ ഞാൻ സ്വാഭാവികം കോൺഗ്രസിന് അനുകൂലമായിട്ട് എഴുതി വരും. ഇപ്പുറത്ത് BJP സുരേന്ദ്രനാണ് പറയണമെങ്കിൽ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എഴുതി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ചരിത്രവും നിഷ്പക്ഷമായിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അഥവാ അങ്ങനെ നിഷ്പക്ഷമായി വന്നാൽ പോലും ഞാനിപ്പോൾ ഈ പറഞ്ഞ പരശുരാമനെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ എഴുതുന്ന പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെങ്കിലോ? ഞാനൊരു അക്ഷരത്തിലേക്ക് അതിനെ കടത്തി സ്ഥാപിച്ചു കഴിഞ്ഞാൽ 7 തലമുറ കടന്നു വന്ന ജ്ഞാനമേ ഗ്രന്ഥമാകാവൂ എന്നൊരു ശാസ്ത്രമുണ്ട് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുകയാണ് പരശുരാമൻ ഉണ്ടായിരുന്നു, ആള് കോഴിക്കോട് നിന്ന് ചായ കുടിച്ചിട്ടാണ് പോയെന്നൊക്കെ എനിക്കാണ് തോന്നുന്നത്. ഞാനതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറ അത് വിശ്വസിക്കും. ഇത് ബ്രഹ്മഹത്യാപാപത്തിന് തുല്യമാണ്. അത് എന്റെ നേരെ, എന്റെ പരമ്പര നേരെ. ചരിത്രകാരന്മാരെ പഠിപ്പിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തോന്നിയ കാര്യങ്ങള് കാവ്യാത്മകമായിട്ട് കവിതയിൽ എഴുതി വെക്കാൻ നമ്മുടെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ചരിത്രം എന്ന് നമുക്ക് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ ഇപ്പൊ കവളപ്പാറ കൊമ്പൻ എന്ന് പറഞ്ഞാൽ മറ്റേ 5000 വരിയായിട്ടുള്ള ഒരു കവിതയുണ്ട്. അതൊരു ആനയുടെ യാത്രയാണ്, പോകുന്ന വഴിയിൽ ചരിത്രം മുഴുവൻ പറയുന്നുണ്ട്. പക്ഷെ അത് കവിതയാണ്. ഇത് ചരിത്രമാണെന്ന് വെച്ചാൽ അതൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ചരിത്രം കിട്ടിയെടുക്കാം. ഇത് ചരിത്രമാണെന്ന് പറഞ്ഞാൽ ചരിത്രം എന്താണ്? ഡോക്യുമെന്റ് ആണ്, സത്യസന്ധമായിരിക്കണം. അപ്പൊ എഴുതി കഴിഞ്ഞാൽ സത്യസന്ധമാണെന്ന് ആൾക്കാർ ധരിച്ചാൽ, അതായത് തെറ്റായ ഒന്ന് ശരിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാൽ ബ്രഹ്മഹത്യാഭാവമാണ്. എന്റെ പരമ്പര മുടിഞ്ഞു പോകുന്നതാണ് കണക്ക്. അതുകൊണ്ട് ഇവിടെ ബുദ്ധിയുള്ള ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല.
അന്ന് ബുദ്ധിയുള്ളതും ജ്ഞാനം കൈകാര്യം ചെയ്തതും നമ്പൂരിമാരായതുകൊണ്ടാണ് അവര് ശ്രദ്ധിച്ചു നോക്കി അറിയാം. പഴയ ചരിത്രകാരന്മാർ ധാരാളം നമ്പൂരിമാർ വരും. അവര് ഇത് ധർമ്മം പാലിച്ചിട്ട് എഴുതിയിരിക്കുന്നത്. അവര് കഥയും കവിതയും കോക സന്ദേശം, ഉണ്ണിലി സന്ദേശം, മയൂര സന്ദേശം എന്നൊക്കെ പറഞ്ഞ് പല സന്ദേശ കാവ്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് ചരിത്രം എഴുതി വെച്ചത്. അപ്പൊ ചരിത്രം എഴുതാൻ അറിയാഞ്ഞിട്ടൊന്നുമില്ല, വെറുതെ വേണ്ടാത്ത പണിക്ക് നിങ്ങളിപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ തത്തെ കൊണ്ട് പറയിപ്പിച്ചു പറഞ്ഞാല് ഞാൻ പറഞ്ഞു അതിൻ്റെ ഉത്തരവാദിത്തം എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു സാധനം ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ചരിത്രമൊന്നും പുസ്തകങ്ങൾ എഴുതിയൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അത് മുന്നോട്ട് വെച്ചാലും പിന്നോട്ട് വെച്ചാലും സൈഡിലേക്ക് വെച്ചാലും ആ കാലം കഴിഞ്ഞു. ഇനി എന്ത് എന്ന് ചോദിക്കേണ്ട കാലമാണ്. അതുകൊണ്ട് പഴയൊന്നും ചതിഞ്ഞു പോകുന്നില്ല, അതിന് അർത്ഥമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും ഈ നാഗാരാധന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് തോന്നുന്നു പൊതുവെ നോക്കുമ്പോഴത്തേക്ക്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? നാഗവും സർപ്പവും തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ ഒരുപാട് ജ്യോത്സ്യന്മാരും തന്ത്രിമാരുണ്ടല്ലോ. നാഗവും സർപ്പവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് പോയി ചോദിച്ചു കൃത്യമായിട്ട് ഉത്തരം കിട്ടുമോ? കേരളത്തിൽ നാഗം എന്ന് പറയുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ചെറിയ സംഭവമായിട്ട് തന്നെ നാഗം എന്ന് പറയും. അങ്ങനെയൊക്കെ പറയുന്നുള്ളവർക്ക് അപ്പൊ പാമ്പ് സർപ്പകാവും നാഗക്കാവും തമ്മിൽ എന്താ വ്യത്യാസം വെച്ചാൽ എന്താ പറയാ? ആർക്കറിയില്ല, ആർക്കും അറിയില്ല. ഞാനിത് കുറെ അന്വേഷിച്ചിട്ടാണ് അവസാനം എനിക്ക് കിട്ടിയൊരു ഉത്തരമുണ്ട്. നമ്മുടെ ശരീരം മുഴുവൻ ഒഴുകി നടക്കുന്നത്, അത് പാമ്പഴയുന്നത് പോലെ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നത്, നാടികളിലൂടെ ഒഴുകുന്ന രക്തം, അത് സർപ്പമാണ്. എന്ന് വെച്ചാല് ശരീരം മുഴുവൻ ഒഴുകുന്നത് സർപ്പമാണ്. പക്ഷെ ഇവിടെ അത് ഒഴുകുന്നില്ല, ഇവിടെ ഒഴുകുന്നില്ല, ഇവിടെ ഒഴുകുന്നില്ല, അങ്ങനെ കുറെ മർമ്മങ്ങളുണ്ട്. ചക്രങ്ങളാണ് ചക്രം എന്ന് വേണമെങ്കിൽ ചക്രം അവിടെ മാത്രമല്ല, കാലിലൊക്കെ ഉണ്ട്. ചക്രം മാത്രമല്ല, ചക്രം പ്രധാനം. അവിടെയും ഉണ്ട് പ്രാണൻ. അപ്പോ ചരിക്കുന്ന പ്രാണനും ഉണ്ട്, സ്ഥിതപ്രാണനും ഉണ്ട്. ഈ സ്ഥിതപ്രാണൻ നാഗമാണ്. അതായത് വിരൽ മുറിച്ചാൽ നമ്മൾ മരിക്കില്ല, കൈ മുറിച്ചാൽ നമ്മൾ മരിക്കില്ല, ഇവിടെ ഒറ്റ കുത്തുകിട്ടിയാൽ നമ്മൾ മരിക്കും. ഇതാണ് നാഗം, മറ്റേത് സർപ്പമാണ്. അപ്പൊ സർപ്പക്കാവില് ചെറിയ ക്ഷതങ്ങൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കൈ മുറിച്ചാലും മരിക്കില്ല പറഞ്ഞാൽ. പക്ഷെ ഇവിടെ ഒരു കുത്തുകിട്ടിയാൽ മരിക്കും. അതായത് നാഗക്കാവില് വിഗ്രഹത്തിന് വല്ല കേടും വന്നാൽ തറവാട് അവസാനിക്കും. അപ്പൊ ആദ്യം ജ്യോത്സ്യം തീരുമാനിക്കുന്നത് നാഗമാണോ സർപ്പമാണോ എന്നുള്ളത്. അങ്ങനെ ആര് പരിശോധിക്കുന്നത് കേരളത്തിൽ? ആരും പരിശോധിക്കുന്നില്ല. ഒരാൾ അറിയണം. ബ്രഹ്മരക്ഷത്തിനെ കുറിച്ച് ചോദിച്ചോളൂ. കേരളത്തിൽ 50 ജ്യോത്സ്യനെ വിളിച്ചിട്ട് നിങ്ങൾ പോയിട്ട് ബ്രഹ്മരക്ഷസ് എന്താണെന്ന് ചോദിച്ചോളൂ, 50 ഉത്തരവ് കിട്ടും. നാഗമാണിക്യം എന്താണെന്ന് ചോദിച്ചോളൂ, 50 ഉത്തരവ് കിട്ടും.